ഈ മുണ്ടത്തിക്കൂട് നടന്ന ഈ വെടിക്കെട്ട് അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട്, വേലായുധൻ. അപ്പോൾ വേലായുധൻ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ. വേലായുധൻ, നമസ്കാരം. താങ്കൾക്ക് സുഹൈൽ മുഹമ്മദാണ് അദ്ദേഹത്തോടൊപ്പം. സുഹൈൽ, ശരിക്കും വേലായുധനുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുമോ? സാർ നേരിട്ട് സംസാരിക്കാൻ അങ്ങോട്ട് കൊടുക്കും. സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേലായുധൻ, എന്തായാലും ഇത്രയും വലിയൊരു വെടിക്കെട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു ഫീലായിരിക്കുമല്ലോ താങ്കൾക്കുള്ളത്. അപ്പോൾ ഇത് താങ്കൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്താണ് ശരിക്കും? ഫീലിംഗ് ഉണ്ട്. ഒപ്പം പറഞ്ഞവരല്ലേ മരിച്ചെന്നൊക്കെ പറയണേക്കണേ. ചെറുത്തും കളിച്ച് തൃശ്ശൂർ പൂരം കഴിയുന്നവരെ ചെറുത്തും കളിച്ച് പണിയെടുക്കുക, പൈസയും കിട്ടും. അപ്പം നമ്മളെ കാര്യത്തിന് അങ്ങനെ ഒരു വിഷമമുണ്ട് മനസ്സിന്. എത്ര കൊല്ലമായി മുണ്ടത്തിക്കോട്ട് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നു? എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കുറെ കാലമായി. ഇവരെ അച്ഛനുള്ളപ്പോ, മണിയേട്ടൻ ഉള്ളപ്പോ തന്നെ തുടങ്ങിയിട്ടുള്ളതാ. ഓക്കെ. ഇവരെ അച്ഛൻ മണിയേട്ടൻ ഉണ്ടാവല്ലോ അവിടെ തിരുവമ്പാടിക്ക് പഠിച്ചായിരുന്നത്. അതെ, ആ കാലത്ത് ഞാൻ പണിയുണ്ട് അവിടെ. ഏകദേശം പൂരം വരുമ്പോ എത്ര ആളുകളൊക്കെ പണിയെടുക്കാറുണ്ട് ഈ മുണ്ടത്തിക്കോട്ട്? ഇപ്പോ ചിലപ്പോ 40 ആളുണ്ടാവും, ചിലപ്പോ 30 ആളുണ്ടാവും, ചിലപ്പോ 15 ആളുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ ഇതിനനുസരിച്ചാണ്. വേലായുധൻ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാ. ഇവിടുന്ന് ഒരു 2-3 കണ്ടപ്പാട അടുത്താണ് ഈ ഷെഡ്. ഇന്നലെ ഉച്ചയ്ക്ക് തിരക്ക് പിടിച്ച് ജോലി നടക്കുമ്പോഴാണോ ഈ സംഭവം ഉണ്ടായത്, ഉച്ച കഴിഞ്ഞ്? അതോ നിങ്ങളൊക്കെ കുറച്ച് വിശ്രമത്തിലൊക്കെ ആയിരുന്നു? എന്തായിരുന്നു അവസ്ഥ? അതെ, അവിടെ 3 സെറ്റായിട്ട് പറഞ്ഞിരുന്നേ. ഗുണ്ടും നറുക്കിലൊരു സെറ്റ്, ഡൈനകൾ നറുക്കിലൊരു സെറ്റ്, പിന്നെ ഞങ്ങൾ തിരിയുടെ വിഭാഗത്തിലാ, അതൊരു സെറ്റ്, പിന്നെ കരിമരുന്നിൻ്റെ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു, അവരൊരു സെറ്റ്. അങ്ങനെ 3-4 സ്ഥലത്തായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേലായുധൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെടിക്കെട്ട് അപകടം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള സൂചന കിട്ടി സ്ഫോടനം ആരംഭിച്ചത്? സൂചന കിട്ടിയെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഡൈന വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അവിടെ വന്നിട്ട് അടക്കി പെരമിക്ക് വേണ്ടിട്ട്. അപ്പം അവിടുന്ന് ഇറങ്ങി ഓടി. ഇറങ്ങി ഓടി അങ്ങടെ ആ റോഡ്, ഷെഡിന്റെ തെക്കേ വടക്കേ ഭാഗത്തുള്ള റോഡിന്റെ അപ്പുറത്ത് ചെന്നിട്ടാ പിന്നെ നിന്നുള്ളൂ. വേലായുധന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ? ഒരു കൂടെ നമ്മുടെ തുണക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാര്. കോരയുടെ വഹിക്കുക അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി. അല്ല, കൂടെ രക്ഷപ്പെട്ടവരാരെങ്കിലും ഉണ്ടായിരുന്നോ? വേലായുധൻ ഓടി പുറത്തേക്ക് വരുമ്പോ കൂടെ രക്ഷപ്പെട്ടവരാരെങ്കിലും ഉണ്ടായിരുന്നോ? അവര് കുറച്ച് ആൾക്കാര് മറ്റേ ചേലക്കര മറ്റേ ഭാഗത്തൊക്കെ പണിയുന്നവരാ. അവരൊക്കെ ഇന്നലെ തന്നെ വീട്ടിൽ പോയി. അത് ശരി. വേലായുധന് പരിക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് മനസ്സിന് ആ വിമർശനം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇത് ശരിക്കും എക്സാക്ട്ലി വേലായുധൻ ഇറങ്ങി ഓടുന്ന സമയത്ത് തൊട്ടടുത്ത ആൾക്കാർ എത്ര ദൂരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾ അടുത്തടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവിടെ നിന്നല്ലേ എനിക്ക് ഓടണേ. അപ്പം അടുത്തടുത്തുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ പൂർണ്ണമായിട്ടും മലയാളികൾ തന്നെയാണോ ജോലി ചെയ്യുക, അതോ മറ്റുള്ള സ്ഥലത്തുനിന്ന് വരുന്ന അതിഥി തൊഴിലാളികളൊക്കെ ഉണ്ടാകാറുണ്ടോ? അതെ അതെ, തമിഴന്മാർ അവരൊന്നും ഇല്ല. തമിഴന്മാർ ഹിന്ദിക്കാരൊന്നുമില്ല. അവരിപ്പോൾ ചിലപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ വരുന്നു പറഞ്ഞു. തൃശ്ശൂരത്തിൻ്റെ സാമ്പിൾ പിടിക്കട്ടല്ലേ വെള്ളിയാഴ്ച എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അവരൊന്നും വന്നിട്ടില്ല. അവർ നിൽക്കുന്ന ഭാഗ്യമുണ്ട് അവർക്കൊക്കെ. ഓക്കെ. വേലായുധൻ കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി എന്തായിരുന്നു ഈ സ്ഥലത്ത്? വേറെ എനിക്ക് ചില ഇപ്പം ഈ സീസൺ വന്നാലാണ് ഇവരൊപ്പം നിൽക്കുള്ളൂ. അതുവരെ എനിക്ക് തെങ്ങേറ്റം കഴുകേറ്റായിരുന്നു. തെങ്ങുമ്മ കയറി നാളേരുടെ കഴുകുമ്പ കയറി അടയ്ക്കവർക്ക് അങ്ങനെയുള്ള പണിയായിരുന്നു. അല്ല, വെടിക്കെട്ടിൽ താങ്കൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത് കിട്ടിയപ്പോൾ വേറെ അവിടെ ഇപ്പോൾ ഈ തിരിയുടെ പണി പിന്നെ കരിമരുന്ന് ഉണ്ടാക്കണ അടുത്ത് നിൽക്കും. അത് ഇടിക്കുന്നോടന്ന് കൊണ്ടുവരലും അത് വെയിലത്ത് ഇടാനും ഇതിനൊക്കെ നിൽക്കും.
അങ്ങനെയുള്ള ഇതന്നെ. ഗുണ്ടുന്നേര തിരക്കുള്ള ഗുണ്ടുന്നേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അവരെ പോയിരിക്കും. ഡൈന് തിരക്കാൻ നമ്മളിരിക്കാറില്ല. എന്തായാലും ഭാഗ്യമായി വേലായുധൻ. കാരണം ഇത്രയും വലിയ അപകടത്തിന് നടുവിൽ നിന്ന് വേലായുധൻ ജീവനും വാരി കയ്യിലെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ. ഓക്കെ, സന്തോഷം. രാത്രി 11 മണി വരെയൊക്കെ ഇരിക്കും ഞങ്ങള് പണി തിരക്കാകുമ്പോഴേ ലൈറ്റ് ഇട്ടിട്ടേ. 11 മണി വരെ ഒക്കെ ഇരിക്കാറുണ്ട്. 11 മണിയാകുമ്പോഴത്തേനും ഭക്ഷണം വരും. അത് അവിടുന്ന് കഴിക്കാൻ കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് അവിടെ റൂം ഒരു വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി അവിടെ ചെന്ന് എടുക്കും. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് സാമ്പിളിന് വെള്ളിയാഴ്ച സാമ്പിളാന്ന് പറഞ്ഞ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ ഷെഡിലേക്ക് പോയിട്ടില്ല. ഇവിടെ ശരീരത്തിന് തന്നെ മൊത്തത്തിലൊരു സുഖം വന്നിട്ടില്ലേ, അതല്ല ഞാൻ പോയില്ല. എൻ്റെ സൈക്കിളും മൊബൈലും പേഴ്സൊക്കെ അവിടെ തന്നെ. ഓക്കെ, വേലായുധന് ആശ്വാസകരമായ ഒരു കാര്യം നമ്മളിപ്പോൾ പറയാം. വേലായുധനെ കാണാതായതോടെ ദുഃഖത്തിലായ ഒരു ബന്ധു രാധാകൃഷ്ണൻ ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അയാൾ രാധാകൃഷ്ണൻ കരയുന്നതിന്റെ വിളിച്ചിരുന്നോ? ഫോൺ എടുക്കുന്നില്ല. അടിക്കുന്നുണ്ടോ? ഫോൺ അടിക്കുന്നുണ്ടോ? നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, മക്കളൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. വേലായുധന്റെ ബന്ധു രാധാകൃഷ്ണനാണ്. ഈ ബന്ധു വേലായുധനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞത്. പെങ്ങളുടെ മോനാണ്. പെങ്ങളുടെ മകനാണോ? പെങ്ങളുടെ മോനാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്തായാലും വേലായുധൻ നമ്മളോട് ഇങ്ങനെ സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.